സർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത വിമാനം അടിയന്തരമായി ഇറക്കേണ്ടി വന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയല്ലേ? സാധാരണഗതിയിൽ എല്ലാ പരിശോധനയും നടന്നിട്ടാണല്ലോ വിമാനങ്ങളൊക്കെ പുറപ്പെടുക. ഇത് ഹെലികോപ്റ്ററാണ്, മറീൻ 1 എന്ന് പറയും. പിന്നെ എപ്പോഴും ഒരു കരുതൽ സംഗതി ഉണ്ടാവുമല്ലോ, മറീൻ 2 എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ. അപ്പൊ ഇത് പെട്ടെന്ന് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തിട്ട് ട്രംപിനെയും ട്രംപിന്റെ ഭാര്യ മെലാനിയയും ഉണ്ടായിരുന്നു, അവരെ മറീൻ 2 എന്ന് പറഞ്ഞ ഹെലികോപ്റ്ററിലേക്ക് മാറ്റിയിട്ട് യാത്ര തുടർന്നു. ഇത് ബ്രിട്ടനിൽ വെച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ബ്രിട്ടനിലെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ ഹെലികോപ്റ്ററുകളിലാണ്. എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ ഹെലികോപ്റ്ററുകളും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എയർഫോഴ്സ് 1 എന്നാണ് മറ്റേ വിമാനത്തിന്റെ പേര്, പ്രസിഡന്റിന്റെ വിമാനം അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന ശേഷം ഹെലികോപ്റ്ററുകളിലാണ് യാത്ര ചെയ്യുന്നത്, മറീൻ 1 and 2. അപ്പൊ ബ്രിട്ടനിലെ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ആണ് ഷെഡ്യൂൾ ചെയ്യാതെ, മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ഒരു പ്രാദേശിക എയർഫീൽഡിൽ ഇത് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തത്. ഹൈഡ്രോളിക് ഫെയിലിയർ എന്നാണ് കാരണം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേട് ഉണ്ടായി, പിന്നെ പറന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും, ഇടിച്ചിറക്കേണ്ടി വരും, ഇല്ലെങ്കിൽ തകരും എന്നൊക്കെയുള്ള തോന്നലുണ്ടായി എന്നർത്ഥം. അപ്പൊ ഇതേപ്പറ്റി വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞിരിക്കുന്നത് 20 മിനിറ്റ് യാത്ര ഇത് കാരണം വൈകി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇറക്കുകയായിരുന്നു, മുൻകരുതലായിട്ട് ഇറക്കിയതാണ്, സപ്പോർട്ട് ഹെലികോപ്റ്ററിലേക്ക് മാറി എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ല്യൂട്ടൺ എന്ന് പറയുന്ന എയർഫീൽഡിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ BBC വാർത്തയിൽ പറയുന്നുണ്ട്, അവിടെ നോക്കിയാൽ, എയർപോർട്ടിൽ നോക്കിയാൽ അടിയന്തര സംവിധാനങ്ങളൊക്കെ ഇൻ പ്ലേസ് എന്നുള്ളത് കാണാം. ഒരു കുഴപ്പം വന്നിട്ടൊരു വിമാനം ഇറക്കുമ്പോൾ അടിയന്തരമായിട്ട് ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ വളയുമല്ലോ, അങ്ങനത്തെ സർവീസുകൾ കാണാമായിരുന്നു. അപ്പോൾ അടിയന്തരമായിട്ട് ഇറക്കിയതാണെന്ന് വ്യക്തമായിരുന്നു. ഇങ്ങനെ സർവീസുകളൊക്കെ വന്നപ്പോൾ തീ അണയ്ക്കാം എന്നൊക്കെ ഉണ്ടല്ലോ. റൺവേയുടെ അപ്പുറത്ത് 2 ഈ ഹെലികോപ്റ്ററുകളും കാണാമായിരുന്നു എന്നും BBC പറയുന്നുണ്ട്. ഈ 2 എണ്ണവും പ്രത്യേക സംവിധാനങ്ങളുള്ള ഹെലികോപ്റ്ററുകളാണ്, മറീൻ 1 and 2. വൈറ്റ് ടോപ്സ് എന്നാണ് അതിനെ വിളിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക നിറം ആണ് അതിനുള്ളത് ഹെലികോപ്റ്ററുകൾക്ക്. സാധാരണ ഹെലികോപ്റ്ററുകളുടെ നിറമല്ല. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് അതിൻ്റെ അകത്ത്, റഡാർ ജാമിങ്ങിനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ആണവ സ്ഫോടനം ഉണ്ടായെന്നിരിക്കട്ടെ, ആ സമയത്ത് അതിൻ്റെ ആഘാതം തടയാനുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സംവിധാനങ്ങൾ, ഇലക്ട്രോണിക്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് സജ്ജമാണ്. അങ്ങനെയാണ് ഈ ഹെലികോപ്റ്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മറീൻ 1 അതുപോലുള്ള അതായത് ഈ ബോഡി ഡബിൾസ് ഇല്ലേ, ഇപ്പൊ ഗമനയിൽ പോകുമ്പോൾ 7-8 പേര് ഗമനയെ പോലുള്ള താടി വളർത്തിയ ആളുകൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ, ഈ മറീൻ 1 പോലെ തന്നെ ഇരിക്കുന്ന വേറെയും ഹെലികോപ്റ്ററുകൾ കൂട്ടത്തിലുണ്ടാവും. ഏതാണ് പ്രസിഡന്റിന്റെ എന്ന് തിരിച്ചറിയാതിരിക്കാൻ. അങ്ങനെ കൂട്ടത്തിലാണ് എപ്പോഴും പറക്കുന്നത്. ഡീകോയ്സ് എന്നാണ് മറ്റ് ഹെലികോപ്റ്ററുകൾക്ക് പറക്കുന്നത്. ഇതിന്റെ കൂടെ വിമാനങ്ങൾ അകമ്പടി സേവിക്കുന്നുണ്ട്. 2-3 ഓസ്പ്രി MV-22 എന്ന് പറഞ്ഞ വിമാനങ്ങൾ കൂടെ പറക്കും. ഈ വിമാനങ്ങൾ ഗ്രീൻ ടോപ്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ നിറം പ്രത്യേകമായിരിക്കും. അപ്പൊ ഈ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെയല്ലേ ലാൻഡ് ചെയ്യുന്നത്, വെർട്ടിക്കൽ ലാൻഡിങ്. അതുപോലെ തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന വിമാനങ്ങളാണ് ഈ ഓസ്പ്രി വിമാനങ്ങൾ, വെർട്ടിക്കൽ ലാൻഡിങ്ങിന്. കാരണം ഹെലികോപ്റ്ററുകൾക്ക് അപകടം വന്നാൽ പ്രവർത്തിക്കേണ്ട വിമാനങ്ങളാണവ. അപ്പോൾ ഇത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇതിനും ലാൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വെർട്ടിക്കൽ ലാൻഡിങ്. പക്ഷെ വെർട്ടിക്കൽ ലാൻഡിങ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് സാധാരണ വിമാനത്തിൻ്റെ തന്നെ വേഗതയും കൃത്യതയും ശേഷിയും ഒക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഓസ്പ്രിയിൽ സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്, ഈ അപകടമൊക്കെ ഉണ്ടായാൽ നോക്കാനുള്ള സ്റ്റാഫുകൾ, സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ട്. ഒരു ആക്രമണം നടന്നാൽ തന്നെ കൈകാര്യം ചെയ്യാൻ ചാരന്മാരുണ്ട്. പിന്നെ അടിയന്തര ഘട്ടം കൈകാര്യം ചെയ്യേണ്ടവരൊക്കെ ഉണ്ട്. ഈ ബ്രിട്ടനിലെ 2ാമത്തെ സന്ദർശനത്തിൽ ആണ് ഈ മറീൻ 1 ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി ആണ് സ്റ്റാൻസ്റ്റഡിൽ എത്തിയത്.
ട്രംപ്. അത് കഴിഞ്ഞ് സെൻട്രൽ ലണ്ടനിൽ വിൻഫീൽഡ് ഹൗസിലേക്ക് പറന്നു. വിൻഫീൽഡ് ഹൗസ് എന്ന് പറയുന്നതാണ് ബ്രിട്ടനിലെ അമേരിക്കൻ സ്ഥാനപതിയുടെ വസതി. വിൻഫീൽഡ് ഹൗസ് അങ്ങോട്ട് പറന്നു. അതിനുശേഷം മെലാനിയും ട്രംപും വിൻസർ കാസിലേക്ക് പോയി. കൊട്ടാരത്തിൽ രാജാവിനെയും രാജ്ഞിയെയും കാണാനായിട്ട്, ചാൾസിനെ കാണാനായിട്ട് പോയി. വ്യാഴാഴ്ച ഇന്നലെ അവിടെ നിന്ന് ഈ മറീൻ 1 ചെക്കേഴ്സിലേക്ക് പോയി സ്റ്റാമറുമായിട്ട്, പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്താൻ. ആ സമയത്തുള്ള സംഭവങ്ങളാണ് ഈ അടിയന്തരമായിട്ട് മറീൻ 1 ഹെലികോപ്റ്റർ കേട് കാരണം നിലത്തിറക്കിയത്. കേടെന്നാണ് ഇപ്പോൾ പറയുന്നത്. കേടെങ്ങനെ ഉണ്ടായി, എന്താണ് സംഭവിച്ചത്, അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അട്ടിമറിയുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. സാർ, ഇപ്പോൾ ഒരു F-35 ബ്രിട്ടൻ യൂസ് ചെയ്തത്, അത് അമേരിക്കൻ നിർമ്മിതമാണ്. അത് ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഇറക്കേണ്ടി വന്നു. അതിനുശേഷം മറ്റൊരു F-35 തകർന്നു. ഇപ്പം പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഹൈഡ്രോളിക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിയന്തരമായിട്ട് നിലത്തിറക്കേണ്ടി വന്നു. ചുരുക്കം പറഞ്ഞാൽ വ്യോമയാന മേഖലയിൽ അമേരിക്കയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു അല്ലേ? പേടിക്കേണ്ട കാര്യങ്ങളല്ലേ അതൊക്കെ? ഇതൊക്കെ ശരിക്കും ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ മറീൻ 1 എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഇത് മുഴുവൻ പരിശോധിച്ചിട്ടാണല്ലോ. 2-3 ദിവസത്തെ പരിശോധനയെങ്കിലും ഉണ്ടാവും. അതെ, അതിന് കുഴപ്പമുണ്ടെങ്കിൽ ഈ മറീൻ 2 സഞ്ചരിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പൊ അത് കണ്ടെത്തിയിരുന്നില്ല. അപ്പൊ ഈ യാത്രയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഇട്ട് പണിതതാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതൊന്നും നമ്മൾ അറിയാനും പോകുന്നില്ല. കാരണം ഇത് വെളിപ്പെടുത്തില്ലല്ലോ. കാരണം അമേരിക്കൻ പ്രസിഡന്റിനെ പോലൊരു ആള് എത്രമാത്രം ശ്രദ്ധിച്ചിട്ടും ജാഗ്രതയും, അതിന് വലിയ സന്നാഹവും വലിയ സംഘവും ഒക്കെ പരിശോധിക്കാനുണ്ടാവും. അതിൻ്റെതായ ഗ്രൗണ്ട് ക്രൂ ഇല്ലേ? ഇത് മുഴുവൻ എൻജിനീയേഴ്സ്, ഇത് മുഴുവൻ നോക്കുന്നവരും ഒക്കെ ധാരാളമായിട്ട് കാണും. ഇവരൊക്കെ നേരത്തെ തന്നെ ബ്രിട്ടനിൽ പോയിട്ട് ഇതൊക്കെ പഠിച്ച് അവിടുത്തെ ചാരന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് എങ്ങനെയാണ്, ഏതാണ്, ഓരോ ദിവസവും ഇത് പരിശോധിക്കുന്നുണ്ടാവും. എന്നിട്ടാണ് ഇത് അസാധാരണമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം സാധാരണ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ കൃത്യതയും ഒക്കെ പാലിക്കണമല്ലോ. ഇതിപ്പോ 20 മിനിറ്റ് ഡിലേ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തൊരു ഡിസ്ട്രാക്ഷൻ വന്നു. സാധാരണഗതിയിൽ ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാം കൃത്യമായിട്ട് പോകുന്നതാണ്. പ്രധാനപ്പെട്ട സന്ദർശനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റുമാർ അധികാരം എത്തി കഴിഞ്ഞാൽ ആദ്യ സന്ദർശനം ബ്രിട്ടനിലേക്കായിരിക്കും. ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയവരാണല്ലോ, പണ്ടത്തെ ബോസ്റ്റൺ ടീ പാർട്ടി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ട്രംപ് ഗൾഫിലേക്കാണ് പോയത് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടനിലേക്കൊക്കെ പോയത്. അപ്പം ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട സന്ദർശനമായിരുന്നു. അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അടിയന്തരമായിട്ട് ഒരു പ്രാദേശിക എയർഫീൽഡിൽ ഇറക്കേണ്ടി വന്നു എന്ന് പറയുന്ന അസാധാരണമായതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് ഏത് VIP കയറിയ ഒരു ഹെലികോപ്റ്റർ ഇല്ലേ? യൂസഫ് അലി കയറിയത് ഇവിടെ നെട്ടൂരെടുത്ത് എവിടെയോ ഇടിച്ചിറക്കിയില്ലേ, ഒരു പാടം പോലൊരു സ്ഥലത്ത്. എന്നിട്ടൊരു കസേരയിൽ ഇരിക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ അങ്ങനെ VIPകളാവുമ്പോൾ ഇങ്ങനെ ഇടിച്ചിറക്കുമ്പോൾ അവരുടെ തന്നെ സൗകര്യത്തിന് വേണ്ടി പ്രസിഡന്റ് മാത്രം സഞ്ചരിക്കാനുള്ളതാണല്ലോ. എയർഫോഴ്സ് 1 എന്ന് പറഞ്ഞ വിമാനം, മറീൻ 1, മറീൻ 2 ഹെലികോപ്റ്ററുകൾ, അതൊക്കെ നേരത്തെ കൊണ്ടുപോകുമ്പോൾ തന്നെ അതുപോലെ തന്നെയുള്ളത് പലതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിൽ തന്നെ ഏറ്റവും ഭേദപ്പെട്ടതാണല്ലോ കൊണ്ടുപോകുന്നത്. അതിന് കേടുവന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ലോകം ശ്രദ്ധിക്കുന്ന ഒരു, ഞാൻ നോക്കുമ്പോൾ ഇത് വലിയ വാർത്തയായിട്ട് തന്നെയാണ് പല ഓൺലൈൻ മീഡിയയിലും വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ വ്യോമയാന രംഗത്ത് അമേരിക്കയ്ക്ക് ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. ഇപ്പം ലോകത്ത് തന്നെ എല്ലാ രാജ്യങ്ങളും അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വ്യോമയാന രംഗം, സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം. ബോയിങ് പോലുള്ള കമ്പനികൾ, ബോയിങ് തന്നെ ഇപ്പൊ നമ്മള് അഹമ്മദാബാദിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടായില്ലേ? വിസിൽ ബ്ലോവർ നേരത്തെ പറഞ്ഞിരുന്നാണ് ഇത് കുഴപ്പമുള്ളത്, ഇതിന്റെ ഫ്യൂസലേജ് ഘടിപ്പിക്കുന്നിടത്ത് ഒരു വിടവുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ്. പലയിടത്ത് വെച്ചും ഇത് കത്തുമൊക്കെ ചെയ്തിരുന്നു ഇല്ലേ? ബോയിങ്ങും ഒക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ എവിടെയൊക്കെ വെച്ചിട്ട് കത്ത് ചെയ്തൊക്കെ ആയിട്ടൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ വ്യോമയാന വ്യോമയാനങ്ങൾ എന്നല്ലേ പറയാ, വിമാനയാനങ്ങൾ, അതെ, അതിനൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് കരുതേണ്ടത്. അമേരിക്കയുടെ കുത്തക ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് പറയാം അല്ലെ ഈ രംഗത്തെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.